ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ വൈകുന്നേരം അങ്ങ് ഇറങ്ങി. പിള്ളേരാണെങ്കിലും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം പുറത്ത് പോകണത് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവരും അതുപോലെ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ ആയി പുറത്തേക്ക് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പോയിട്ട്. ക്ലാസ്സും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവലിപ്പോൾ ഭയങ്കര കുറവാണ്. പിന്നെയെന്ന് വെച്ചാൽ പോണ വഴിക്കാണെങ്കിൽ ഭയങ്കര ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പം ഈ ഒരു സമയത്ത് അങ്ങനെ അയ്യപ്പൻ വിളക്കിൻ്റെയൊക്കെ ഒരു സമയമാണല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും പറയാത്തത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറേ ഷോർട്ട് വീഡിയോസ് മാത്രം ഇടാണ്ട് കുറച്ച് വ്ളോഗായിട്ടൊക്കെ ഇടുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല. കാരണം എൻ്റെ വോയിസ് ഒരുമാതിരി കീന്നായതുകൊണ്ട് ഞാൻ പറയും അവരുടെ അടുത്ത്, വേണോ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ സപ്പോർട്ടിന് എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ ഇടാം. അങ്ങനെ ഇപ്പോൾ റോട്ടിലാണെങ്കിലും അധികം തിരക്കുണ്ടാവുമെന്നാണ് വെച്ചത്. പക്ഷേ അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ പോയി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ എത്താൻ പറ്റി. പിന്നെ സൂക്ഷ്മദർശിനിയാണ് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയത്. കുറേ നാളുകളായി തിയേറ്ററിലൊക്കെ ഒന്ന് പോയിട്ട്. പിന്നെ നസ്രിയയുടെയും ബേസിലിൻ്റെയും ഒരു കോംബോ അത് കലക്കും എന്നറിയായിരുന്നു. അതുകൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെ പോയപ്പോൾ പടം കുറച്ച് തുടങ്ങിയിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് പിന്നെ പടം നല്ലതായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് നമ്മൾ ലാസ്റ്റ് ഉണ്ടാവണത്. അതുകൊണ്ട് എല്ലാവരും പോയി ഒന്ന് കാണണം. സിനിമ നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒട്ടും ബോറടിപ്പിക്കാത്ത നല്ലൊരു ഫിലിമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുട്ടികളാണെങ്കിൽ അപ്പയ്ക്കും വിശക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാശിയൊക്കെ ആയി. പിന്നെ അങ്ങനെ ഹോട്ടലിൽ പോയി എല്ലാവരുടെയും ഇഷ്ടത്തിന് ഫുഡൊക്കെ മേടിച്ച്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസ്, പിന്നെ നൂഡിൽസ്, അൽഫാം അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. താങ്ക് യു.